ദൈവം നിശബ്ദനെന്ന് തോന്നുമ്പോഴും അവനിൽ വിശ്വസിക്കുക. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യെശയ്യാവ് 26:3. ദൈവത്തിന്റെ നിശബ്ദത എന്നത് പലപ്പോഴും സഹിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. നഷ്ടങ്ങൾക്കും വീണ്ടെടുപ്പിനുമിടയിലുള്ള ആ ഇടവേളയിലാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്. നിശബ്ദതയുടെ സമയത്തെ ആരാധന എന്നത് അചഞ്ചലമായ വിശ്വാസത്തിന്റെ അടയാളമാണ്. നമുക്ക് കാണാൻ കഴിയാത്തപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അത് പ്രഖ്യാപിക്കുന്നു. സമാധാനമുണ്ടാകുന്നത് ഉത്തരങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയിൽ നിന്നാണ്. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അനിശ്ചിതത്വങ്ങൾക്കിടയിലും നമുക്ക് ശാന്തത അനുഭവിക്കാൻ കഴിയും. വിത്തുകൾ മണ്ണിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നതിന് മുൻപ് നിശബ്ദമായി മണ്ണിനടിയിൽ വളരുന്നുണ്ട്. കാഴ്ചയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതിനു മുൻപ് ദൈവം പലപ്പോഴും നിഗൂഢമായ വഴികളിലൂടെ പ്രവർത്തിക്കുന്നു. ഇന്ന് ചിന്തിക്കുക, പുരോഗതി കാണാൻ കഴിയാത്തപ്പോഴും ദൈവത്തിന്റെ പ്രക്രിയയിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പിതാവേ, നിശബ്ദതയുടെ കാലഘട്ടങ്ങളിൽ അങ്ങയിൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ മനസ്സിനെ അങ്ങയുടെ വിശ്വസ്തതയിൽ ഉറപ്പിക്കുകയും അങ്ങയുടെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കുകയും ചെയ്യണമേ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തപ്പോഴും അങ്ങയെ ആരാധിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.